ഖുർആൻ യാത്രയുടെ 12-ാം ദിവസം സൂറത്ത് ഹൂദിലെ 6-ാം സൂക്തം മുതൽ സൂറത്ത് യൂസുഫിലെ 52-ാം സൂക്തം വരെ നീണ്ടു നിൽക്കുന്ന ഭാഗം. ഈ ലോകത്ത് വന്ന ഒട്ടനവധി പ്രവാചകന്മാരുടെ ചരിത്രം വിശദാംശങ്ങൾ സഹിതം പരാമർശിക്കുന്ന വിശുദ്ധ ഖുർആനിലെ വളരെ പരമപ്രധാനമായ ഒരു ഭാഗം. ഒപ്പം ഈ ലോകത്തെ മികച്ച കഥകളെന്ന് വിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തിയ മികച്ച കഥകളിലെ ഏറ്റവും മികച്ച കഥ പ്രവാചകൻ യൂസുഫ് നബി അലൈഹി സ്വലാമയുടെ ചരിത്രം വിശദീകരിക്കുന്ന ഭാഗം. ഇതാണ് ജുസ് 12. ഭൂമിയിലെ സകല ജീവജാലങ്ങൾക്കും ഭക്ഷണം നൽകുന്നത് അള്ളാഹുവാണെന്ന പരാമർശത്തോടു കൂടിയാണ് ഈ ജുസ് ആരംഭിക്കുന്നത്. പാപമോചനം തേടുന്നത് ജീവിതത്തിൽ ഐശ്വര്യവും മഴയും അള്ളാഹു നൽകാൻ കാരണമാകുമെന്ന് ഇസ്തിഗ്ഫാറിനെ മുൻനിർത്തി 52-ാം സൂക്തത്തിൽ വിശുദ്ധ ഖുർആൻ പരാമർശിക്കുന്നു. രക്തബന്ധത്തെക്കാൾ വലുതാണ് വിശ്വാസപരമായ ബന്ധമെന്ന് നൂഹ് നബി അലൈഹി ഇസ്ലാമയുടെ മകന്റെ ചരിത്രത്തിൽ പാഠമുണ്ട്. അല്ലയോ ഭൂമി, നീ വെള്ളം കുടിക്കുക എന്ന കൽപ്പനയോടെ അടങ്ങിയ പ്രളയമായിരുന്നു, അത്രമേൽ ഗൗരവമുള്ള പ്രളയമായിരുന്നു നൂഹ് നബി അലൈഹി ഇസ്ലാമയുടെ കാലത്തേതെന്ന് 44-ാമത്തെ ആയത്തിൽ സൂചനയുണ്ട്. പ്രവാചകൻ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമയുടെ ചരിത്രത്തിലേക്ക് വരുമ്പോൾ തന്റെ അതിഥികളായ മലക്കുകളെ സ്വീകരിച്ച രീതി പ്രത്യേക പരാമർശം അർഹിക്കുന്നതാണ്. പ്രകൃതി വിഭവങ്ങളെ നശിപ്പിക്കാതെ തന്നെ ഭൂമിയിലുള്ള വിഭവങ്ങളെ നന്ദിപൂർവ്വം ഉപയോഗപ്പെടുത്താനുള്ള സൂചനയാണ് പ്രവാചകൻ സ്വാലിഹ് നബി അലൈഹി ഇസ്ലാമയുടെ ചരിത്രം മുന്നിൽ വെച്ചുകൊണ്ട് വിശുദ്ധ ഖുർആൻ സംസാരിക്കുന്നത്. അധാർമികമായ ജീവിതം നയിച്ചവർക്കുള്ള കനത്ത ശിക്ഷ പടച്ചവന്റെ ഭാഗത്തുനിന്ന് വന്ന് പിടിപെട്ടു എന്ന സൂചനയാണ് ലൂത്ത് നബി അലൈഹി ഇസ്ലാമയുടെ ചരിത്രം മുൻനിർത്തി വിശുദ്ധ ഖുർആൻ പരാമർശിക്കുന്നത്. ജനങ്ങളുടെ മുതലിൽ കുറവ് വരുത്തരുതെന്നും സാമ്പത്തിക നീതി പാലിക്കണമെന്നുള്ള ശാസന ഷുഐബ് നബി അലൈഹി ഇസ്ലാമയുടെ ചരിത്രം മുൻനിർത്തി 84-ാം സൂക്തത്തിൽ പറയുന്നുണ്ട്. നല്ല കർമ്മങ്ങൾ തിന്മകളെ മായ്ച്ചു കളയുന്നു എന്ന സൂചനയോടുകൂടിയും പ്രവാചകന്മാരുടെ കഥകൾ ഹൃദയത്തിന് സ്ഥൈര്യം നൽകാനാണ് പ്രവാചകരെ താങ്കൾക്ക് പറഞ്ഞു തരുന്നത് എന്ന ശാസനയോടുകൂടിയുമാണ് ഈ സൂറത്ത് അവസാനിക്കുന്നത്. പ്രവാചകൻ യൂസുഫ് നബി അലൈഹി ഇസ്ലാമയുടെ ചരിത്രം വിശദീകരിക്കുന്ന സൂറത്ത് യൂസുഫ് ഏവർക്കും ഒരു പാഠപുസ്തകമാണ്. സ്വന്തം സഹോദരനെ പോലും അപകടപ്പെടുത്താൻ അസൂയമൂത്ത സഹോദരങ്ങൾ പ്രേരിപ്പിക്കുന്നുണ്ട്. കിണറ്റിലെ പരീക്ഷണത്തിൽ നിന്ന് കുഞ്ഞായ യൂസുഫ് നബി അലൈഹി ഇസ്ലാം എങ്ങനെയാണ് രക്ഷപ്പെടുന്നതെന്നും ദൈവിക സംരക്ഷണമാണ് അതിന്റെ കാരണമെന്നും വിശദാംശങ്ങൾ സഹിതം വിശുദ്ധ ഖുർആൻ വിസ്തരിക്കുന്നുണ്ട്. കള്ളക്കണ്ണീരും വ്യാജ തെളിവുകളും ഉപയോഗിച്ച് സത്യം മറക്കാൻ ശ്രമിക്കുന്നവർ വഞ്ചകരാണെന്നുള്ള സൂചനയാണ് 18-ാം സൂക്തത്തിലുള്ളത്. കടുത്ത പ്രലോഭനങ്ങളിൽ നിന്ന് അള്ളാഹുവിന്റെ സഹായത്തിൽ രക്ഷപ്പെടാൻ സാധിക്കുക എന്നുള്ളതാണ് പാപത്തിൽ നിന്നുള്ള ഒരേ ഒരു മോചനത്തിന് വഴിയെന്നും ഇതിൽ സൂചനയുണ്ട്. തെറ്റിലേക്ക് വീഴുന്നതിനേക്കാൾ നല്ലത് കാരാഗ്രഹവാസമാണെന്നും ജയിൽവാസക്കാലത്തും തനിക്ക് നിർവഹിക്കാനുള്ള പ്രബോധന കർത്തവ്യങ്ങളിൽ താൻ ഉപേക്ഷ വരുത്തരുതെന്നും അങ്ങനെ ചെയ്താൽ അള്ളാഹുവിന്റെ സഹായം ലഭ്യമാകുമെന്നുള്ളതിന്റെ ഏറ്റവും മികച്ച തെളിവായിരുന്നു പ്രവാചകൻ യൂസുഫ് നബി അലൈഹി ഇസ്ലാം. വരാനിരിക്കുന്ന ക്ഷാമകാലത്തിന്റെ ദൈവിക സൂചന മുൻനിർത്തി രാജാവിന്റെ സ്വപ്നത്തെ വ്യാഖ്യാനിക്കാൻ യൂസുഫ് നബി അലൈഹി ഇസ്ലാമക്ക് സാധിച്ചുവെന്നും പിന്നീടൊരിക്കൽ അദ്ദേഹത്തിന്റെ നിരപരാധിത്വം തെളിയിച്ച് ജയിലിൽ നിന്ന് അദ്ദേഹത്തിന് പുറത്തു വരാൻ സാധിച്ചുവെന്നും പറയുന്നത് ഈ ജുസ്ഇൻ അവസാനം തന്നെയാണ്.